يا أيها الذين أوتوا الكتاب آمنوا بما نزلنا مصدقا لما معكم من قبل أن نطمس وجوها فنردها على أدبارها أو نلعنهم كما لعنا أصحاب السبت وكان أمر الله مفعولا يا أيها الذين أوتوا الكتاب വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ ആമിനു നിങ്ങൾ വിശ്വസിക്കുക ബിമാ ഒരു സന്ദേശത്തിൽ വിശ്വസിക്കുക നസ്സൽന നാം ഇറക്കിയ ഒരു സന്ദേശത്തിൽ നിങ്ങൾ വിശ്വസിക്കുക മുസദ്ദിഖൻ ലിമാ മഅകും നിങ്ങളോടൊപ്പമുള്ള സന്ദേശത്തെ ശരിവെക്കുന്ന നിലയിൽ നാം ഇറക്കിയ സന്ദേശത്തിൽ വിശ്വസിക്കുക മിൻ ഖബ്ലി അൻ നത്മിസ വുജൂഹാ നാം മുഖങ്ങളെ മായിച്ച് കളയുന്നതിന് മുമ്പ് ഫനറുദ്ദഹാ അലാ അദ്ബാരിഹാ അതിൻ്റെ പിൻഭാഗത്തെ പോലെ അതിനെ മടക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ഔ നൽഅനഹും അല്ലെങ്കിൽ നാം അവരെ ശപിക്കുന്നതിന് മുമ്പ് കമാ ലഅന്നാ അസ്ഹാബസ് സബ്ത് ശനിയാഴ്ചക്കാരെ നാം ശപിച്ചതുപോലെ ശപിക്കുന്നതിന് മുമ്പ് വകാന അംറുല്ലാഹി മഫ്ഊലാ അല്ലാഹുവിൻ്റെ തീരുമാനം നടപ്പിലാക്കപ്പെടുന്നത് തന്നെയാകുന്നു. കഴിഞ്ഞ ആയത്തിലും ശേഷമുള്ള ആയത്തുകളിലും വേദം നൽകപ്പെട്ട ആളുകളുടെ കടുത്ത കുറ്റങ്ങളെ അല്ലാഹു തആല വിവരിക്കുകയാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പടച്ചവൻ പരിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ യഥാർത്ഥ പ്രബോധകന്മാർ അവരുടെ പ്രഭാഷണങ്ങളിലൂടെ വല്ല കുറ്റങ്ങളും കുറവുകളും പറയുന്നത് ആളുകളെ ചുമ്മാതെ പരിഹസിക്കാനും നിന്ദിക്കാനും ദേഷ്യം തീർക്കാനും വേണ്ടിയല്ല, മറിച്ച് അവരെ ഉണർത്തി നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഇത്തരം ആയത്തുകൾക്കിടയിൽ സ്നേഹനിർഭരമായ പ്രബോധനത്തിൻ്റെ വചനങ്ങൾ കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് ഈ വചനവും. ഇതിനു മുമ്പും അവരുടെ കുറ്റങ്ങൾ പറയുകയാണ്, ശേഷവും പറയുകയാണ്, അവർ നന്നാകുന്നതിന് നാം സൂക്ഷിക്കുന്നതിന്. അതിനെന്താ തെളിവ്? അവരെ സംബോധന ചെയ്ത് അല്ലാഹു പറയുന്ന വാക്കാണ്, യാ അയ്യുഹല്ലദീന ഊതുൽ കിതാബ്, അല്ലയോ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ. മാന്യമായ സംബോധന. അമുസ്ലിം സഹോദരങ്ങളെ നിന്ദിക്കാൻ പാടില്ല, നിസ്സാരപ്പെടുത്താൻ പാടില്ല. മാന്യമായ വാചകങ്ങളിൽ അവരെ സംബോധന ചെയ്യണം. വേദഗ്രന്ഥം നൽകപ്പെട്ട അടിമകളെ, ആമീനു ബിമാ നസ്സൽനാ മുസദ്ദിഖൻ ലിമാ മഅകും, നാം ഇറക്കിയ സന്ദേശത്തിൽ നിങ്ങൾ വിശ്വസിക്കും. പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളിൽ വിശ്വസിക്കും. നിങ്ങൾ നന്നാകിൻ, നിങ്ങൾ ദുർഗുണങ്ങൾ മാറ്റി സൽഗുണ സമ്പന്നരായി മാറിൻ, നിങ്ങൾ ഇരുലോകത്തും വിജയിക്കും. ശേഷം അല്ലാഹു പറയുന്നു,
മുസദ്ദിഖൻ ലിമാ മഅകും മിൻ ഖബ്ലി അൻ നത്മിസ വുജൂഹാ. നാം പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയ സന്ദേശങ്ങൾ നിങ്ങളോടൊപ്പമുള്ള സന്ദേശങ്ങളെ ശരിവെക്കുന്നതാണ്. സൂറത്തുൽ ബഖറയിൽ ഇതുപോലുള്ള വാക്ക് വന്നിട്ടുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വേദവുമായി ബന്ധപ്പെട്ടവരെ പ്രബോധനം നടത്തേണ്ട ഉജ്ജ്വലമായ ശൈലിയാണ്. പിന്നെ ഈസാ നബിയിൽ വിശ്വസിച്ചവരെ ഈസാ നബി വലത്തോട്ട് പോകാൻ പറഞ്ഞു, ഞങ്ങൾ ഇടത്തോട്ട് പോകാൻ പറയുകയാണ്. ഈ വാക്കല്ല. ഈസാ നബിയിൽ വിശ്വസിച്ചവരെ, മൂസാ നബിയിൽ വിശ്വസിച്ചവരെ, നൂഹ് നബിയിൽ വിശ്വസിച്ചവരെ, നിങ്ങളുടെ പക്കൽ ആ നബിമാരുടെ സന്ദേശമുണ്ട്. അതിൽ ധാരാളം മാറ്റങ്ങളും തിരുമറികളെല്ലാം നടത്തപ്പെട്ടെങ്കിലും ആ യഥാർത്ഥ സന്ദേശത്തെ ശരിവെക്കുന്ന സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ. നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതുപോലെ. നിങ്ങൾക്ക് ആ സംസാരം ഉൾക്കൊള്ളാൻ നല്ല ബുദ്ധിമുട്ട് വരും. പിന്നെ നിങ്ങളുടെ വാപ്പ എൻ്റെ കൂട്ടുകാരനാണ്. വാപ്പ പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായി മനസ്സിന് ഇണക്കമുണ്ടാവും. പ്രബോധനം മനസ്സിണക്കാനുള്ളതാണ്. മുസദ്ദിഖൻ ലിമാ മഅകും, നിങ്ങളോടൊപ്പമുള്ള ബൈബിൾ വേദഗ്രന്ഥം, അതിൽ പറയപ്പെട്ടിരിക്കുന്ന ശരിയായ കാര്യങ്ങളെ ശരിവെക്കുന്ന സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ. നബിമാർ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് വിളിച്ചവരല്ല, ഒരു ഭാഗത്തേക്ക് വിളിച്ചവരാണ്. ഇന്ന് ലോകത്ത് വലിയൊരു പ്രചാരണം നടക്കുന്നുണ്ട്, സർവമത സത്യവാദം. എല്ലാ മതങ്ങളും ശരിയാണ്, അങ്ങോട്ട് പോകുന്നത് ശരി, ഇങ്ങോട്ട് പോകുന്നത് ശരി. പക്ഷേ ഖുർആൻ അതിന് പകരം പറയുന്നു, യഥാർത്ഥ മതം ഒന്നേ ഉള്ളൂ. ഈസാ നബി അലൈഹിസ്സലാമും പറയും, മൂസാ നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും എല്ലാ നബിമാരും സന്ദേശിച്ച സന്ദേശം അടിസ്ഥാനപരമായി ഒന്നാണ്. ഇതാണ് ഉപദേശം. ഇനി അതിനുശേഷം ഒരു മുന്നറിയിപ്പ്, സ്നേഹത്തിൽ പറഞ്ഞു കഴിഞ്ഞ മുന്നറിയിപ്പ്. മിൻ ഖബ്ലി അൻ നത്മിസ വുജൂഹൻ ഫനറുദ്ദഹാ അലാ അദ്ബാരിഹാ. ഒരു ഗൗരവമായ സമയം വരുന്നതിന് മുമ്പായി നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കണം. ആ സമയത്ത് മുഖങ്ങളെ മായ്ച്ചു കളയുന്നതാണ്, എന്നിട്ട് ആ മുഖങ്ങളെ പെരടി പോലെ ആക്കുന്നതാണ്. മനുഷ്യന്റെ മുഖത്ത് മൂക്കുണ്ട്, കണ്ണുണ്ട്, വായുണ്ട്, പെരടി ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. നിങ്ങളുടെ മുഖത്ത് മുഖമടിച്ച് ഷെയ്പ്പ് മാറ്റുന്നതിന് മുമ്പായി നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കും. ഔ നൽഅനഹും കമാ ലഅന്നാ അസ്ഹാബസ് സബ്ത്. ശനിയാഴ്ച ദിവസം ആരാധനയിൽ മുഴുകണമെന്ന് കൽപ്പിക്കപ്പെട്ടു. പക്ഷെ ആരാധനയിൽ മുഴുകാതെ മത്സ്യബന്ധനം നടത്തിയതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ കുരങ്ങന്മാരാക്കി മാറ്റുകയുണ്ടായി. അതുപോലെ പടച്ചവൻ ശപിക്കുന്നതിന് മുമ്പായി നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കും. അതായത് പടച്ചവന്റെ ശിക്ഷ അത് ഇറങ്ങുന്നതിന് മുമ്പായി നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കും. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? വളരെ ശ്രദ്ധിക്കണം. ഒരു കൂട്ടം മഹാന്മാര് പറയുന്നു, ഇതുകൊണ്ടുള്ള ഉദ്ദേശം മരണാനന്തര ശിക്ഷയാണ്. മരണത്തിന് ശേഷം അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ, നരകത്തിലിട്ട് ശിക്ഷിച്ച് മുഖമെല്ലാം കരിച്ചു കളയും. പടച്ചവന്റെ ഭയങ്കരമായ ശാപവും കോപവും ഉണ്ടാകും. അതിനു മുമ്പായി, മരണത്തിന് മുമ്പായി നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കും. വേറൊരു കൂട്ടം മഹാന്മാര് പറയുന്നു, ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഈ ലോകത്ത് തന്നെയുള്ള ശിക്ഷയാണ്. ഖിയാമത്ത് നാളിന് മുമ്പായി അല്ലാഹു തആല ഒരു കൂട്ടം ആളുകളെ കോലം മറിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് ശിക്ഷയുണ്ടായാൽ അത് എല്ലാവർക്കും ശിക്ഷയുണ്ടായതുപോലെയാണ്, അതാണ് ഉദ്ദേശമെന്ന് ഒരു കൂട്ടം മഹാന്മാർ പറയുന്നു.
മൂന്നാമത്തെ മറ്റൊരു കൂട്ടം മഹാന്മാർ പറയുന്ന അള്ളാഹു നമ്മളെല്ലാം കാക്കുമാറാകട്ടെ, ഇതിന്റെ ഉദ്ദേശം ബാഹ്യമായ അർത്ഥമല്ല, ആന്തരികമായ അർത്ഥമാണ്. മുഖം കൊണ്ടുള്ള ഉദ്ദേശം മനസ്സാകുന്ന മുഖത്തിന്റെ കോലം മറിച്ച് ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നതിന് മുമ്പായി നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കും. പടച്ചവന്റെ ശാപവും കോപവും ഉണ്ടായി ഒരിക്കലും നന്നാകുകയില്ല എന്ന് പടച്ചവൻ തീരുമാനിക്കുന്നതിന് മുമ്പായി നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കും. മിൻ ഖബ്ലി അൻ നത്മിസ വുജൂഹൻ ഫനറുദ്ദഹാ അലാ അദ്ബാരിഹാ ഔ നൽഅനഹും കമാ ലഅന്നാ അസ്ഹാബസ് സബ്ത് വകാന അംറുല്ലാഹി മഫ്ഊല. അല്ലാഹുവിന്റെ തീരുമാനം തീർച്ചയായും നടപ്പിലാക്കപ്പെടുന്നതാണ്. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഏതാനും യഹൂദികളെ സന്ദർശിക്കുകയുണ്ടായി. അവരുടെ പണ്ഡിതന്മാരും കൂട്ടത്തിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, യഹൂദികളെ, നിങ്ങൾ പടച്ചവനോട് ഭയഭക്തി പുലർത്തിൻ, സത്യവിശ്വാസം സ്വീകരിക്കാൻ, പടച്ചവനെ അനുസരിക്കാൻ. ഞാൻ കൊണ്ടുവന്ന സന്ദേശം സത്യമാണെന്ന് തീർച്ചയായും നിങ്ങൾക്കറിയാമല്ലോ. കാരണം നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ ഉള്ള കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് അടിസ്ഥാനപരമായി പറയുന്നത്. ഉടനെ അവർ പറഞ്ഞു, അല്ലേ, ഞങ്ങൾക്കതൊന്നും അറിയില്ല. നിങ്ങൾ കൊണ്ടുവന്നത് എന്താണ് ഞങ്ങളോട് യോജിക്കുന്നതായിട്ട് അറിയില്ല. അവർ മനസ്സിലാക്കിയിട്ടും നിഷേധത്തിൽ ഉറച്ചു നിന്നു. ഈ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരായ എല്ലാ ആളുകളോടും പറയുകയാണ്, നിങ്ങൾ അവസരം നഷ്ടപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കും. നിങ്ങളെപ്പറ്റി കുറവുകളും മറ്റും പറഞ്ഞത് നിങ്ങളെ നിന്ദിക്കാൻ വേണ്ടിയല്ല, ഗൗരവം ഉണർന്ന് നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടിയാണ്. ആമിനൂ ബിമാ നസ്സൽനാ മുസദ്ദിഖൻ ലിമാ മഅകും മിൻ ഖബ്ലി അൻ നത്മിസ വുജൂഹൻ ഫനറുദ്ദഹാ അലാ അദ്ബാരിഹാ ഔ നൽഅനഹും കമാ ലഅന്നാ അസ്ഹാബസ് സബ്ത്. പടച്ചവന്റെ തീരുമാനം വരുന്നതിന് മുമ്പായി നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കും. ആ തീരുമാനം ഒന്നുകിൽ മരണമായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹു കാക്കുമാറാകട്ടെ ഈ ലോകത്ത് തന്നെ കോലം മറിക്കലാകാം, അല്ലെങ്കിൽ മനസ്സിന്റെ കോലം മറിക്കലാകാം. അതിനു മുമ്പായി നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കും. ആരിഫ് റൂമി പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കാരണം അള്ളാഹു ഖിയാമത്ത് നാളിന് മുമ്പ്, അതിനോടടുത്ത സമയത്തിന് മുമ്പ് കോലം മറിക്കലെല്ലാം അള്ളാഹു ഉയർത്തിയിരിക്കുന്നു. പക്ഷെ മനസ്സിന്റെ കോലം മറിക്കൽ ഇപ്പോഴുമുണ്ട്. അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.